ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇന്ന് സൺഡേ ആയിട്ട് കുറച്ച് വാള കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള വാളയാണേ. ജയ്പൂർ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് എനിക്ക് വാളമീൻ കിട്ടുന്നത് കേട്ടോ. നമ്മൾ ചുണ്ണാമ്പ് വാള എന്നൊക്കെ പറയത്തില്ല, അതാണ് സംഭവം. അപ്പോൾ അത് നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനുള്ള മസാല നമുക്ക് റെഡിയാക്കാം. അതിനായിട്ട് കുറച്ച് കുഞ്ഞുള്ളി, ചെറിയ ഉള്ളി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതിൽ ചേർക്കുന്ന മുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല, അതിനോട് നന്നായിട്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പിന്നെ ചേർക്കുന്ന മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂണോളം നമ്മളുടെ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നല്ല രീതിയിൽ അങ്ങ് അരച്ചെടുക്കുക. അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ അങ്ങ് അരച്ചെടുക്കുക. പിന്നെ മാങ്ങയൊന്നും അല്ല ചേർത്തിരിക്കുന്നത്, മാങ്ങയുടെയൊക്കെ സീസൺ കഴിഞ്ഞു. ഇത് അല്പം വെള്ളവും കൂടി ചേർത്ത് നല്ല രീതിയിൽ അരച്ചെടുക്കുന്നുണ്ട്. ആ അരപ്പ് നമ്മളതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം വെള്ളം നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ. അതാ പിന്നെ നമ്മുടെ കുടംപുളിയാണ് വൃത്തിയാക്കിയതിന് ശേഷം 3-4 അല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക്, എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. നമ്മളിതിൻ്റെ എരിവൊന്നും വേറെ ചേർക്കുന്നില്ല, അത് കാരണം. ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തേങ്ങ അരച്ച് പച്ചയ്ക്ക് വെക്കുന്ന വാളക്കറിയാണ്. നല്ല ടേസ്റ്റാണ്. വെച്ചാൽ പച്ചയായിരുന്നു കേട്ടോ. ജയ്പൂർ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് എനിക്ക് വാള കിട്ടുന്നത് കേട്ടോ. അപ്പോൾ തിളയൊക്കെ വന്നിട്ടുണ്ട്, സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു വറവുണ്ട്. വേറെ ഒന്നുമില്ല, കുഞ്ഞുള്ളി ഒന്ന് വറുത്ത് അല്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്കകത്ത് ഒന്ന് താളിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു മണമൊക്കെ നല്ല ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ കപ്പയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സംഭവം സെറ്റാണ് കേട്ടോ. അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇഷ്ടമുള്ള ഒന്നും കിട്ടാറില്ല സത്യം പറഞ്ഞാൽ, അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾ മീനൊന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇട്ടതെന്ന് എനിക്ക് തോന്നുന്നു കൊഞ്ചിൻ്റെ ഒരു റെസിപ്പിയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇത് വാളക്കറിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെയും ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.